സംഗീത മാമാങ്കത്തിലെ കൊച്ചുപാട്ടുകാരി നമ്മുടെ സ്വന്തം വൈഷ്ണവിക്കുട്ടി. വെൽക്കം ഓൺ സ്റ്റേജ്. അരികിൽ പതിയെടനെഞ്ചാരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ലീനം. ഞാനിന്ന് ശ്രീകുമാരൻ തമ്പി സാറിന്റെ റൗണ്ടിൽ പാടാൻ പോകുന്ന പാട്ട് കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാൽ കരളിൻ ദാഹം തീരുമോ എന്നുള്ള പാട്ടാണ്. ഈ പാട്ടിൻ്റെ സിനിമയുടെ പേരാണ് ഡേഞ്ചർ ബിസ്ക്കറ്റ്. അപ്പോൾ ഇത് പാടിയിരിക്കുന്നത് ജാനകി അമ്മയാണ്. ഇത് സംഗീതം ചെയ്തിരിക്കുന്നത് ദക്ഷിണാമൂർത്തി സാറാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് പാടിയിട്ട് വരാമേ. കുട്ടി പോണിട്ടേല് ക്യൂട്ടാ കയ്യിൽ മാടുകിട്ട. ഗുണ്ടുമണി ഗിണ്ടുമണി ചട്ടമ്പി കല്യാണി. അമ്മുമ്മേ എന്താ സുഖമാണോ? സുഖാണ്. എന്താടി വോയിസ് ഇങ്ങനെ? ഇന്നലെ എനിക്ക് വയ്യായിരുന്നു. ആണോ? ഇപ്പൊ ബെറ്റർ ആയോ? ഓക്കെ. എന്തായാലും പക്ഷെ പാട്ട് അടിപൊളിയായിരിക്കും എന്ന് എനിക്കറിയാം. ഓക്കെ, ഏത് പാട്ടാ? കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാൽ കരളിൻ ദാഹം തീരുമോ? ദാഹം തീർക്കാൻ വന്ന എന്ത് കഴിച്ചു മോളെ? 2 ഇഡ്ഡലി. ഇഡ്ഡലി. ഞാനും അങ്കിളും ഇഡ്ഡലിയാ കഴിച്ചത്. ഞാനും സെയിം. എല്ലാരും ഇഡ്ഡലിയാ വേണ്ടായിരുന്നു. മീനൂട്ടി കഴിച്ചു എനിക്ക് കഷ്ടം. ഞാൻ ശരിക്കും ഇടലി കഴിച്ചേ. ഈ മീനൂട്ടി ഇഷ്ടമാണോ? കുഴപ്പമില്ലല്ലേ? ഒരു ബുദ്ധൂസ് അല്ലേ? ഇഷ്ട എനിക്ക്. ഇല്ല ഇല്ല, നല്ല ഭംഗി. ഒരു ബുദ്ധൂസ് അല്ലേ? അല്ല അല്ല അല്ല. പിന്നെന്താ? വെരി ഇന്റലിജന്റ് ഗേൾ അല്ലേ അത്? യെസ്. സ്റ്റീഫൻ ചേട്ടനെ കണ്ടോ വൈഷ്ണവി കുട്ടി? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റീഫൻ അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ മാമനെ കാണാൻ പറ്റിയില്ല. ഇപ്പൊ കാണാൻ പറ്റി. ഷാർജ എക്സ്പോയില് കമോൺ കേരളയിൽ വന്നിട്ടുണ്ടാവും. വന്നിട്ടുണ്ട്. ഉണ്ടോ? അവിടെ പാടിയായിരുന്നോ? ചേച്ചി ഇല്ലേ? അപ്പൊ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ കാണുന്നുണ്ട്. അപ്പൊ എന്റെ അടുത്ത് എന്താ വരാഞ്ഞ്? അപ്പൊ ഞാൻ ശ്രേയ ചേച്ചിനെ കാണണം എന്ന് പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു. അപ്പൊ അവര് കേറ്റിയില്ല. അപ്പൊ സ്റ്റീഫൻ അങ്കിളിനെ കാണുന്നു പറഞ്ഞ കരഞ്ഞില്ലേ? അല്ല, ഇവിടെ കാണല്ലേ? ഇവിടെ കാണുന്നല്ലേ? അപ്പൊ നീ നന്നായി പാടിക്കോ. അപ്പൊ അവിടെ കാണാത്തും കരഞ്ഞതൊക്കെ ഇവിടുന്ന് തകർക്കാം ഇപ്പൊ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് വൈഷ്ണവി കുട്ടി. ഓക്കെ. കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാൽ കരളിൻ ദാഹം തീരുമോ? മധുര യൗവന രാഗമേളകൾ മിഴിയിൽ മാത്രമൊതുങ്ങുമോ? കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാൽ
ആത്മാവിൻ ആകാശത്തിനാരോ വർണ്ണങ്ങൾ തൂവി ആശപ്പൊൻ താരങ്ങൾ അങ്ങിങ്ങായി നീലക്കൺ ചിമ്മി മണ്ണിൽ മാവുവേ. എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വൈഷ്ണവിക്കുട്ടിയുടെ പാട്ട്? പറയണോ? അല്ലാതെ പറയണോ? അവക്ക് ഇത്തിരി വയ്യ, ഇന്നലെ അസുഖമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അസുഖമാണെങ്കിലും അവൾ ആ എന്താണ് അസുഖം വെച്ചോണ്ട് ഇങ്ങനെ പാടിയാൽ അസുഖം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്തായിരുന്നിരിക്കും അല്ലേ? ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്, സൂപ്പറായിട്ട് പാടി. എസ്പെഷ്യലി ഈ സംഗതികളുണ്ടല്ലോ, ചരണത്തിലെയും അനുപല്ലയിലെയും സംഗതികൾ, നടുക്കായിട്ട് വരുന്ന സംഗതികൾ, അത് സൂപ്പർ. ചരണത്തിൽ പിന്നെ ഒരു ഭാവം കൂടെ ഉണ്ടല്ലോ, ഒന്ന് പാടാം നമ്മളത് കേൾക്കാൻ വേണ്ടിട്ടാ. അയ്യോ അതാണ് അതാണ് റേഡിയോ കൊടുക്കാം. കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നാൽ കരളിന്ദാഹം തീരുമോ? മധുര യൗവന രാഗമേളകൾ മിഴിയിൽ മാത്രമൊതുങ്ങുമോ? കണ്ണിൽ കണ്ണിൽ കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരുന്നു കേട്ടോ, പാടുമ്പോഴേ കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരുന്നു. എന്നാലും മോർ ദാൻ 80% പെർഫെക്റ്റ് ആക്കാൻ മോക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, നന്നായിട്ട് പാടി മോളെ. ഒരുപാട് നാളായിട്ട് നമുക്ക് ഈ ടോപ്പ് സിംഗറിന്റെ പിന്നെ പ്രേക്ഷകരെല്ലാവരും പറയുന്നത് വളരെ നല്ല സെലക്ഷൻ ഓഫ് സോങ്സ് എന്നാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മറന്നു കിടന്ന ചില സോങ്ങുകളൊക്കെ കൊണ്ടുവന്നിട്ട് പാടുമ്പോഴത്തേക്ക് നമുക്കറിയാതെ നമുക്കൊരു എന്താ പറയുന്ന ഒരു വി ഫീൽ ഗുഡ്. കാരണം കുറെ നാളിന് ശേഷം കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്നൊരു എന്താണ് സന്തോഷവും ഒരു വികാരവും എല്ലാം ഉണ്ട്. പഴയ പാട്ടുകളൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. ആണ് അമ്മൂമ്മേ, പിന്നെ നീ അമ്മൂമ്മ തന്നെയാണ്. അപ്പൊ മോളിന്ന് നന്നായിട്ട് പാടി, അങ്കിളിന് ഇഷ്ടപ്പെട്ടു. അറിയാം കുറച്ച് സ്ട്രെയിൻ ഉണ്ടെന്നറിയാം, അതുകൊണ്ട് വേറെ ഡീറ്റെയിലോട്ടൊന്നും കിടക്കുന്നില്ല. ഓക്കെ മൈ ലഡ്ഡു. എന്തോ അവള് സംസാരിക്കുമ്പോൾ കാറ്റാണ് വരുന്നത്. ഇപ്പോഴും ഒരുപാട് സ്ട്രെയിൻ ഉണ്ട് വോയിസിൽ. പക്ഷെ പാടണമെന്ന് ഒരു മനസ്സ് വെച്ചാൽ പിന്നെ എന്തൊക്കെയോ അന്തം വിട്ടു പോകുന്നു അല്ലേ? അങ്ങനെ പാടുന്നു. അത് അമേസിംഗ് ആ. ഐ റിയലി അഡ്മയർ ദറ്റ് കമ്മിറ്റ്മെന്റ് കേട്ടോ മോളെ. താങ്ക് യു. അത് മനസ്സിലാവുന്നു എന്നോ എനിക്കറിയില്ല, എന്നാലും അത് നമ്മൾ മനസ്സ് വെച്ച പാട്ടിൽ അവള് അത്ര ഇഷ്ടമല്ലേ, അവള് അത്ര പാഷനല്ലേ, പിന്നെ അത് എന്തായാലും കുഴപ്പമില്ല. അത് വൈഷ്ണവി ഇങ്ങനെ തന്നെ പാടും. അതൊരു സീരിയസ് കമ്മിറ്റ്മെൻറ്റാണ് കേട്ടോ. വളരെ ഭംഗിയായിട്ട് പാടി, മനോഹരമായിരുന്നു. പിന്നെ ആ മിഴിയിൽ മിഴിയിൽ മാത്രം ഒതുങ്ങുമോ എന്ന് അങ്ങനെ അതൊന്ന് വലിച്ചല്ലേ. അയ്യോ, അതെന്തൊരു സുന്ദരിയായി പാടിയത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് മിഴിയിലല്ല, വോയിസിലും അങ്ങനെ ഒതുങ്ങി ഒതുങ്ങി വന്നു. ഒരു പ്രാവശ്യം അത് പാടാമോ? ശ്രുതി അവള് കറക്റ്റ് ആയിരിക്കും, കറക്റ്റ് ആയിരിക്കും. അയ്യടാ, ശ്രുതി വേണ്ട, ശ്രുതി വേണ്ട, ശ്രുതി ഇട്ടു. അയ്യോ ഇപ്പൊ ട്രൈഡായി, കുഴപ്പമില്ല മോള്. ഇപ്പൊ ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യാം. ഒന്ന് അതായത് ഇങ്ങനെയാണ്, അതായത് മോള് പാടും, പാടിയതിന് ശേഷം ശ്രുതി ഇടും, അത് കറക്റ്റ് ആയിരിക്കും. പെർഫെക്റ്റ്. ഓക്കെ. അത് എപ്പോഴും ഫ്ലാറ്റ് ആവും അത്, പക്ഷെ അവള് അത് പുഷ് ചെയ്തിട്ട് അത് പെർഫെക്റ്റ് ആക്കി. യു ആർ അബ്സല്യൂട്ട്ലി എ പ്രൊഫഷണൽ കുട്ടി ലഡ്ഡു. യു ആർ ഇങ്ങനെ അത്രയും ഓരോ സംഗതിയും അങ്ങനെ ഫീൽ ചെയ്തിട്ട് അത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അല്ലേ. അത് എന്തൊരു നല്ല ഒരു വാല്യൂ ആണ് കേട്ടോ. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. നമുക്ക് അൾട്ടിമേറ്റ് ഇല്ല. എന്ത് മേടിക്കണം? തീർച്ചയായിട്ടും അത് പുതിയതാണ്. അത് ഞങ്ങളുടെ ഡിക്ഷണറിയില് പോരാ, ഇനി വാക്കുകൾ പോരാ. അൾട്ടിമേറ്റ് പോയിട്ട് മുട്ടി നിൽക്കുക, പിന്നെ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ കുട്ടികളൊക്കെ അതിനെക്കാട്ടിലും മേളിൽ പാടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ നമ്മള് കൺഫ്യൂഷൻ ആയി, എന്ത് കൊടുക്കണം. നമ്മള് വാവ് എന്ന് പറയുമ്പോ അത് വാവ് ആക്കി. എല്ലാരും വാവ് ആയി. ഇനി ഞങ്ങൾ വാവ് പ്ലസ് വാവ് അൾട്ടിമേറ്റ് അങ്ങനെ ആക്കണം. കറുത്തവാണോ? എന്നാലും ശ്രീഹരി എന്ന് പറഞ്ഞല്ലോ, ഏത് ഗ്രേഡാ വേണ്ട? വാവ്. സോ ഇനി നമ്മൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോവാം കേട്ടോ. ഗോഡ് ബ്ലെസ് യു മോളു. താങ്ക് യു. താങ്ക് യു അമ്മൂമ്മേ.
ഹായ് വൈഷ്ണവി. ഹായ് സ്റ്റീഫൻ ആ അനുരാധ ആന്റി നല്ലൊരു പേര് ഇട്ടു. മുന്നേ പറഞ്ഞ പേര് ലഡു അല്ലേ? നല്ല പേര്. സൂപ്പറായി പാടി കേട്ടോ. താങ്ക് യു. ഈ സ്ട്രെയിനും അതൊക്കെ ഉണ്ടെന്നറിയാം, പക്ഷെ അതൊന്നും ആ പാട്ടിലെ മുഖത്തൊന്നും ഫീൽ ചെയ്തില്ല. സാധാരണ നമുക്കൊക്കെ എന്തെങ്കിലും സ്ട്രെയിൻ വന്നു കഴിഞ്ഞാൽ മൊത്തം അപ്പോൾ വരും, ചിലപ്പോൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ മൊത്ത ടെൻഷൻ വരും. പക്ഷെ അതൊന്നും വൈഷ്ണവി കാണിച്ചില്ല. അപ്പോൾ അത് ഗുഡ് ക്വാളിറ്റിയാണ്. പാടലിൻ്റെ കൂട്ടത്തിൽ തന്നെ ആരും അറിയിക്കാതെ ആ ടെൻഷനോ എന്തെങ്കിലും വൈകല്യങ്ങളോ മാനസികമായാലും ശാരീരിക വൈകല്യങ്ങളോ അറിയിക്കാതെ പാടുക എന്ന് പറയുന്നത് വലിയ കാര്യം. സോ നേരത്തെ പറഞ്ഞ ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ തന്നെ പാടുക. പിന്നെ 6 വയസ്സ്, ഞാൻ ഇപ്പോൾ ഇങ്ങനെ 6 കേട്ടപ്പോൾ ഞാൻ ചേച്ചിനെ ആൻറ്റീനെ കാണിക്കായിരുന്നു. 6 വയസ്സിൽ നമ്മളൊക്കെ എന്തൊക്കെ ചെയ്തു എന്ന് ആർക്കറിയാം. അപ്പോൾ ഇത്രയും നല്ല അവസരങ്ങൾ കിട്ടി, ഇതാണോ ഈ വലിയ സ്റ്റേജിൽ കിട്ടി. അപ്പോൾ അത് നന്നായി യൂസ് ചെയ്യുക എപ്പോഴും കേട്ടോ. ഓക്കെ, ഒരു പല്ല് ഇങ്ങനെ പോയി. അത് ഞാനൊരു ദിവസം സ്കൂളില് പോപ്കോൺ കൊണ്ടുപോയതാ. ആണോ? അപ്പൊ അവര് പല്ല് കഴിച്ചു. പോപ്കോണിന്റെ കൂടെ പല്ലും തിന്നോ? പോപ്കോണിന്റെ ഇടയ്ക്ക് ചില പോപ്കോണിന്റെ ഇടയ്ക്ക് അത് പോയി. എന്നിട്ട് പല്ല് എവിടെ പോയി? വയറ്റിൽ പോയി. അകത്തായി. അകത്തായോ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ പല്ലിന്? പല്ല് ഞാൻ കടിച്ചില്ല. ആ പല്ല് ഒഴുങ്ങായിരുന്നു. ഒഴുങ്ങായിരുന്നോ? അപ്പൊ ഇനി പോപ്കോൺ ഒന്നും കഴിക്കണ്ട. ഞാൻ വെച്ചാൽ സ്കൂളിൽ പോയി പാടാൻ പോയതാന്ന് വിചാരിച്ചു. സ്കൂളില് ഞങ്ങളെ ഗ്രാജുവേഷൻ ഡേന്ന് ഞാൻ പാടിയോ? എന്നിട്ട് എന്താ പറഞ്ഞ എല്ലാവരും? എല്ലാവരും നല്ലതായിട്ട് പാടി തന്നു. നന്നായിട്ട് പാടിയെന്ന് പറഞ്ഞു. അപ്പൊ അവരും പറഞ്ഞു, ഞങ്ങളും പറഞ്ഞു നന്നായി പാടിയത്. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം കാണാം. സ്റ്റീഫൻ ജി, ഓ ഞാനൊരു കുട്ടികളുടെ ഒരു പടം ചെയ്തായിരുന്നു, ചാച്ചാജി എന്ന് പറഞ്ഞു. ഓക്കെ, ഈ ഇടയ്ക്കാണോ? ഇപ്പം റീസെന്റ്, അത് ഷൂട്ടിംഗ് കഴിഞ്ഞതേ ഉള്ളൂ. അതിനകത്ത് വൈഷ്ണവി കുട്ടി പാടി. ഓ റിയലി? ഒരു സിനിമയിലടക്കപ്പോ പാടി, പിന്നെ ഈ ഗായികയായി പെട്ടെന്ന്. അപ്പൊ ഇനി നല്ല നല്ല അവസരങ്ങൾ കിട്ടട്ടെ വൈഷ്ണവി. ഒരു 2 ലൈൻ ആ പാട്ട് കേട്ടാലോ? ഓർമ്മയുണ്ടോ? നമുക്ക് ഓർമ്മയുള്ള എഴുതാൻ അറിഞ്ഞൂടല്ലോ. റെക്കോർഡിങ്ങിന് വന്നപ്പോഴും അതിന്റെ വിഷ്വൽസ് ഉണ്ട്. 2-3 എപ്പിസോഡ് കഴിഞ്ഞിടാന്ന് പറഞ്ഞു വെച്ചിരിക്കുക. കാരണം റെക്കോർഡിങ്ങിന് വരുമ്പോ ഞാൻ പെട്ടെന്ന് മോളെ എഴുതിയെടുക്കണ്ടെന്ന് നമ്മൾ ചോദിക്കുമല്ലോ. എനിക്ക് എഴുതാൻ അറിഞ്ഞൂടാ, വായിക്കാനും അറിഞ്ഞൂടാ. അപ്പൊ പാട്ട് അയച്ചു കൊടുത്ത് കേട്ട് പഠിച്ചോണ്ട് വന്നു. എന്നിട്ട് അവക്ക് ഞാൻ പറഞ്ഞു, മോളെ ഒരു വരിയായിട്ട് എടുത്താൽ മതി, പഞ്ചീത് എടുത്താൽ മതി. അയ്യോ അതെനിക്ക് പറ്റത്തില്ല, ഞാൻ മുഴുവൻ പാട്ട് പാടാം. മുഴുവൻ പാടും, എന്തായാലും നമ്മൾ പഞ്ചീത് അങ്ങനെ തന്നെ നമ്മൾ തുടങ്ങി. അതെ, 4 പേര് പാടിക്കാൻ മോളെ. സി ആണെന്ന് തോന്നുന്നു. സി അല്ലേ? ആ കണ്ട, പെർഫെക്റ്റ്. ആദ്യാക്ഷരമെൻ അറിവായി കുറിപ്പിച്ച ആ ഗുരുനാഥനെ മറക്കില്ലൊരിക്കലും. ആരോടും നന്മകൾ ചെയ്യാൻ പഠിപ്പിച്ച ആ പ്രിയ ഗുരുവിനെ സ്മരിച്ചിടുന്നു ഞാൻ. ഗുഡ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. MG ശ്രീകുമാരങ്ങളെ എന്താവും ചിലപ്പോൾ വൈഷ്ണവിനെ സെലക്ട് ചെയ്തെന്നറിയോ? വൈഷ്ണവിയുടെ വോയിസിന് ഒരു ക്യൂട്ട്നെസ് ഉണ്ട്, ഒരു കുട്ടിയുടെ കുട്ടിത്വമുണ്ട്. ഒരു കുട്ടിയാ സീനിലൊരു കുട്ടിയാണ് പാടുക. അപ്പൊ അത് കണ്ടുകൊണ്ടാണ് ചിലപ്പോൾ അങ്കിൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ യു ആർ ബ്ലെസ്ഡ് ഗേൾ. ഗോഡ് ബ്ലെസ് യു. അപ്പൊ എന്താണ് ഗ്രേഡ്? അറിയത്തില്ല. ഓക്കെ, ഞാൻ വന്നിട്ട് ഒരാൾക്ക് നല്ലൊരു സമ്മാനം കൊടുക്കാണ്ട് എങ്ങനെ പോവാ? A+ ആണെന്നാ തോന്നുന്നത് കേട്ടോ. പ്ലസ്. അപ്പൊ നമുക്കൊരു പണിയാം, A അൾട്ടിമേറ്റ് കൊടുക്കാം. വലിയ കേടി കൊടുക്കും. അമ്മമാരെ കയ്യൊക്കെ കൊട്ട്. അത് വിശ്വസിച്ചിട്ടില്ല. അത് വിശ്വസിച്ചില്ലേ? തന്നെയാണ്. ഈ പൂക്കുച്ച് വന്നാലേ ഒരു ഉറപ്പ് വരത്തുള്ളൂ. ആണോ? സത്യ. ലോനപ്പ A അൾട്ടിമേറ്റ്. ലോനപ്പൻ ചേട്ടോ. ലോലപ്പം പിള്ളേ. അതങ്ങനെ പറയണ്ടേ? അല്ലെങ്കിൽ ലോനപ്പൻ അങ്കിൾ അല്ലെങ്കിൽ പ്രാഞ്ചിയങ്കിൾ അവിടെ ഉണ്ട്. പ്രാഞ്ചിയങ്കിളിനെ അറിയില്ല ഇവിടെ എല്ലാവർക്കും? പക്ഷെ അവരിനെക്കാൾ കൂടുതൽ അറിയാൻ മാടപ്രാവ് ഒന്നുണ്ട് ഇവിടെ. മാടപ്രാവ്. ഇത് മാടപ്രാവ്.
ഈ മാടപ്രാവിന്റെ ക്രിയകൾ ഞാൻ ഒരു പ്രാവശ്യം കണ്ടതാ കേട്ടോ. പക്ഷെ MG ഞങ്ങള് പറയാതെ എങ്ങനെയാ പൂക്കുച്ചു വരാ? നമ്മൾ സാറിന് പറയുന്ന മാടപ്രാവെന്നല്ല, മാടൻ ഫയർ വർക്ക്. അപ്പൊ അടിപ്പൂക്കു. കൺഗ്രാജുലേഷൻസ്, യു ആർ അവാർഡഡ് എ അൾട്ടിമേറ്റ്. കണ്ണോരം വെള്ളിത്താരം ചിരി കാതോരം ആ വൈഷ്ണവിക്കുട്ടി, ഇനി എന്താ വാങ്ങിക്കാൻ പോകുന്നത്? അടുത്ത സ്റ്റേജിൽ നമ്മൾ എന്താ വാങ്ങിക്കാൻ പോകുന്നത്? ആ അതന്നെ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ താങ്ക് യു. ഓക്കെ, ബൈ 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 ലഡ്ഡു ബൈ. അവള് ലഡ്ഡു അല്ല, തിരുപ്പതി ലഡ്ഡു ആണ്. അതെന്താ പറഞ്ഞത് ചോദിച്ചോ? കാരണം ലഡ്ഡു ഇത്ര തിരുപ്പതി ലഡ്ഡു ആകുമ്പോ ഇത്ര ഗുണ്ടുമണിയായിരിക്കും. വെള്ളിത്താരം ചിരി